10 പശുക്കളെ പിടിച്ച കടുവനെ പിടിച്ചത്. അതേ സ്പോട്ട് പുത്തംകുന്നുള്ള ഒരു ചെക്കൻ അവിടെ അടുത്ത വീട്ടിൽ പോയപ്പോൾ ആ കാട്ടിലുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കടുവ ചാടിപ്പോയി എന്ന് പറഞ്ഞു. 3 മണിയായപ്പോൾ 3 മണിയായി. 2 അനിയന്മാർ കൂടി പോയി നോക്കി ഏകദേശം കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു 1/4 ഭാഗം പഠിച്ചിട്ടുള്ളൂ കൈത കാട്ടി. പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ പോയി സാറന്മാരും ഫോറസ്റ്റിലെല്ലാം വിരുന്ന് വന്ന് അതാണ് ആ ഫോട്ടെടുത്തത്. പിന്നെയും ഭക്ഷിച്ചിട്ടുണ്ട്. പിന്നെയും ഈ ആ നേരത്തും തുടർന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ പറഞ്ഞത് ഈ മലയണ്ണാൻ ചലിക്കുന്നുണ്ട്. ആ സമയത്ത് കടുവ അവിടെ തിന്നിട്ട് ഇതിൽ ബാലൻസുകളും. നമസ്കാരം, ഞാനിന്നുള്ളത് വയനാട് ജില്ലയിലെ ബത്തേരി പഴുവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നൂൽപ്പുഴ പഞ്ചായത്തിലെ ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ പഴുവൂരിൽ ഇന്നലെ ഒരു വീട്ടിലെ ഒരു കർഷകൻ്റെ മൂരിക്കിടാവിനെ കടുവ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കിടാവാണ്, കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ അവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ കിടാവിനെ കാണുന്നില്ല. പിന്നീട് നടത്തിയ തെരച്ചിലിനാണ് കിടാവിൻ്റെ മൃതദേഹം ഭക്ഷിച്ച നിലയിൽ തൊട്ടടുത്ത് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ആയിട്ടാണ് കണ്ടെത്തിയത്. ഏതായാലും നമ്മളിപ്പോൾ ആ പഴുവൂർ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണുള്ളത്. അവരുടെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമുക്ക് ഏതായാലും ആ വീട്ടുടമസ്ഥനോട് തന്നെ ഇതിനെക്കുറിച്ച് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് പഴുവൂർ എന്ന് പറയുന്ന സ്ഥലം. പഴുവൂർ ടൗൺ കുറച്ച് ഇപ്പുറത്തോട്ടായിട്ടാണ്. ഇത് നേരെ ഗൂഡല്ലൂർക്ക് പോകുന്ന റോഡാണ്. നൂൽപ്പുഴ ഗൂഡല്ലൂർക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഇവിടെ റോഡിൻ്റെ അപ്പുറത്ത് ഫോറസ്റ്റ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡെല്ലാം ജനവാസ മേഖലകളാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ആ വീട്ടുകാരനോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? കുര്യാക്കോസ്. ഇത് സ്ഥലം പഴുവൂർ അല്ലേ? പഴുവൂർ. ഇത് ഇന്നലെ എങ്ങനെയായിട്ടാ സംഭവം നടന്നതെന്ന് പറയാം. സംഭവം മിനിഞ്ഞാന്ന് രാത്രി ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇത് ആ റൂമിലാണ് ഇടുന്നത്. എവിടെയാ? ഈ റൂമില്ലേ? ഇത് തൊഴുത്താതല്ലേ? ഇത് തൊഴുത്തിൽ ഒരു ഈ റൂമിലാണ്. ഈ റൂമിൽ അന്നേരം അത് തുറന്നു പോയായിരുന്നു. അത് ഈ തുറന്നു പോയി ഈ പുറത്തൊക്കെ പോയി തിന്നിട്ടുണ്ട്. അവിടെ ആ ചോളത്തണ്ടൊക്കെ പോയി തിന്ന് രാവിലെ നോക്കിയപ്പോൾ അത് കണ്ടിട്ടില്ല. രാവിലെ പശുവിനെ കറക്കാൻ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്നു. എന്നാൽ ഇങ്ങനെ ഈ ഇവിടെ എന്നാൽ കടുവ വന്നാൽ അതുവോ അങ്ങനത്തെ ഒരു ലക്ഷണവും കണ്ടില്ല. അങ്ങനെ ഞാൻ രാവിലേക്ക് നോക്കി അവിടെ ഈ റോഡ് സൈഡിൽ നോക്കിയതൊന്നും കണ്ടില്ല. ഒരു 3 മണിക്ക് പുത്തംകുന്നുള്ള ഒരു ചെക്കൻ അവിടെ അടുത്ത വീട്ടിൽ പോയപ്പോൾ ആ കാട്ടിലുള്ള റോഡിൽ കൂടെ പോകുമ്പോൾ ഒരു കടുവ ചാടിപ്പോയി എന്ന് പറഞ്ഞു. 3 മണിയായപ്പോൾ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് നമ്മുടെ സാരത്തിൻ്റെ കടുവ കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ പോയി അറിയാൻ പോയപ്പോൾ കടുവേൻ്റെ പാട് കാണുന്നു. 5 കാൽപ്പാട്. അവിടെ വലിച്ച പാടൊന്നും കാണുന്നില്ല. ഇങ്ങനെ അവിടെ വലിച്ചുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ എന്നിട്ട് ഉള്ളിൽ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ കടുവ നടന്നു പോയതിൻ്റെ പാടും വലിച്ചു പോയ പാടും. അങ്ങനെ ഞാനും നമ്മുടെ കൂട്ടുകാരനും നമ്മുടെ അനിയനും 2 അനിയന്മാരും കൂടി പോയി നോക്കി ഏകദേശം കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു 1/4 ഭാഗം പഠിച്ചിട്ടുള്ളൂ കൈതക്കാട്ടിൽ. അങ്ങനെ ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസിൽ പോയി പറഞ്ഞു. അന്നേരം അത് നമുക്ക് നാളെ നോക്കാം, അതിൻ്റെ എന്താ ചെയ്യാം, എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ രാത്രി ആയപ്പോൾ പിന്നെ പോലീസുകാരും സ്പെഷ്യൽ ബ്രാഞ്ചും പിന്നെ ഫോറസ്റ്റുകാരും ഒക്കെ വന്ന് അവിടെ പോയി ഈ ക്യാമറ ഫിറ്റ് ഈ കിടന്നതിൻ്റെ ഇപ്പുറം അതിനുള്ളിൽ കയറാൻ പറ്റില്ല, കൈതക്കാടായതാണ്. രാത്രി ആകുമ്പോൾ ചിലപ്പോൾ കടുവൊക്കെ ചിലപ്പോൾ ഉണ്ടായാലും. പിന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ 9 മണിയായപ്പോൾ പോയി സാറന്മാരും ഫോറസ്റ്റിലെല്ലാം വിരുന്ന് വന്ന് അതാണ് ആ ഫോട്ടെടുത്തത്. പിന്നെയും ഈ ആ നേരത്തും തുടർന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ അവർ പറഞ്ഞത് ഈ മലയണ്ണാൻ ചലിക്കുന്നുണ്ട്. ആ സമയത്ത് കടുവ അവിടെ തിന്നിട്ട് ഇതിൽ ബാലൻസുകളും അങ്ങനെ ഒച്ചുണ്ടാക്കി അവർ ഫോട്ടോ എടുത്ത് പിന്നെ ഡോക്ടർ വന്ന് പോസ്റ്റ്മോർട്ടമാക്കി. പുതിയ കാര്യം ശകലമേ ഉള്ളൂ. ആ ഫോട്ടോയിൽ കാണുന്ന ഫോട്ടോ കാണിച്ചോ. ഇത് ആദ്യം കണ്ട ഫോട്ടോ. ഇത് കിട്ടുക അങ്ങനെയല്ലേ? ഇതൊന്നുമില്ലല്ലോ. ഇതല്ല, ഇതിൽ കുറച്ച് തിന്നിട്ടുള്ളൂ. ഇതിലാണ് ഒന്നുമില്ലാത്ത. ഇത് കണ്ടോ, ഇന്നത്തെ ഫോട്ടോ. ഇത് ഇന്നത്തെ ഫോട്ടോയാ? ഇത് എത്ര പ്രായമുള്ള? ഒരു വയസ്സ്. 1 വയസ്സല്ലേ? മൂരിക്കുട്ടല്ലേ? ഇപ്പം എവിടുന്നാണ് പിടിച്ചെന്നുള്ളൂ ഇവിടുന്ന് കാണുന്നില്ല, പറമ്പിലോ. പക്ഷേ ഇതിൽ എന്നാൽ അതിൻ്റെ ഒപ്പം ഒന്നുകൂടി ഉണ്ടായിരുന്നു.
ഒരു മൂരിപ്പൊട്ടം കൊണ്ടുണ്ട്, അതാ പറിച്ചിട്ടാക്കണത്. അതിൻ്റെ അകത്തുണ്ട്, അത് അതിനകത്തുണ്ട്. അത് കാണിച്ചു തരാമോ? അപ്പം അതിൻ്റെ ഉള്ളിൽ അന്നേരം ഇതിൻ്റെ ഉള്ളിൽ നല്ല നമുക്ക് കയറി പിടിച്ച് അത് അവിടെ ഉണ്ടാവില്ലല്ലോ. ഇത് ചെറുതാ, ഇത് ചെറുതാ. ഇതിലും വലിപ്പമുണ്ടായിരുന്നു അതിന്? ഇതിനേക്കാൾ വലുത്, ഇത് ചെറുത്. അപ്പം ഈ ഫോറസ്റ്റുകാർ തന്നെ പറയണ്ട് ഇങ്ങനെ അല്ല അതിപ്പോൾ ഇതിനുള്ളിൽ നിന്ന് പിടിച്ചിട്ടുണ്ടാവില്ല, ഇതിനുള്ളിൽ നിന്നേ. അന്നേരം ഇവിടെ എന്തെങ്കിലും പാട് കാണണ്ടേ വലിക്കുന്നത്? ഇവിടെ ഇവിടുന്ന് പിടിച്ചിട്ടില്ല. പറമ്പിൽ എവിടെ നിന്നെങ്കിലും ആയിരിക്കും ഈ ഇങ്ങോട്ടേ റബ്ബർ പറമ്പിലേ അവിടുന്ന് അങ്ങനെ ആ നേർരേഖയാണ് കാണുന്നത് ഈ വഴിക്കല്ലേ. ഈ പറമ്പിൽ നിന്നായിരിക്കും പിടിച്ചത്. എന്നറിയാം, നേരെ അങ്ങനെയാണ് ഈ ആ നേർരേഖയിലാണ് കാണുന്നത് ഈ കിടക്കുന്നത്. ഈ കൈതക്കാട് എന്ന് പറഞ്ഞാൽ ആ കാണുന്നത്. ആ കാണുന്നത് ദൂരെ നോക്കിയാൽ ചെറുതായിട്ട് കാണാം കേട്ടോ. ആ പച്ചപ്പ് കാണുന്നത്. ആ പച്ചപ്പ് കാണുന്നത് അവിടെ കിടന്നല്ലേ? ആ അതെ. അതിൻ്റെ കുറച്ചുകൂടി ഉള്ളോട്ട്. അവിടെ എന്താ കൊല്ലി പോലെയാ? ആ കൊല്ലി പോലെ വെറും ഈ കൈതയും ഈ കൂവയും. വേറെ പറമ്പിൽ വേറെ പാടുകളൊന്നുമില്ല. ഈ സമയത്തൊന്നും കാണില്ല. പിന്നെ ഇത്ര പൊക്കല്ലുള്ളൂ. അതെ. അവനെടുത്ത് പോകാൻ സുഖമാണ്, എടുത്തോണ്ട് പോകാൻ. ഏകദേശം എത്ര വെയിറ്റ് കാണുമായിരിക്കും? വെയിറ്റ് ഒരു അത് ഇപ്പം പണ്ടവും കുടലൊക്കെ കൂടിയിട്ട് ഒരു 50 തന്നെ ഉണ്ടാവുള്ളൂ. അതായത് മൊത്തം കിടാവിന് അത്ര ഒരു 10-60 കിലോൻ്റെ കൂട്ടിയാൽ അങ്ങനത്തെ ജീവനോടെ ജീവനോടെ ഒരു 60 കിലോയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കും വലിച്ച പാട് കാണാത്ത. കാണാത്ത. അല്ല അത് അവരോട് ചോദിക്കും, അതൊക്കെ അതിന് പുഷ്പം പോലെ എടുത്തിട്ട് പോകാനുള്ളൂ. അപ്പോൾ നമ്മൾ കാണുന്ന കാണില്ല, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ കാൽപ്പാട് എവിടെ കണ്ടിട്ടുണ്ടല്ലേ? എവിടെ? അവിടെ താഴെ കാൽപ്പാട് ഇഷ്ടം പോലെ ഉണ്ട്. അതിപ്പോൾ അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പോയി കാണാമായിരുന്നു. നല്ല അതിൻ്റെ നഗര് കയറിയ സ്ഥലം കാണാം ഒരു മാവിൻ്റെ ചുവട്ടിൽ. അതിനോട് ക്യാമറ വിട്ടേക്കുന്നുണ്ട്. പിന്നെ എന്നാലും നമ്മളത് മോശമല്ലേ? പോകാൻ പാടില്ലല്ലോ, അവരെ പെർമിഷൻ ഇല്ലാണ്ട്. പോകാൻ പാടില്ല. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ഭാഗത്ത് ഇതിന് മുന്നേ അവിടുന്നാണ് അന്ന് 10 പശുക്കളെ പിടിച്ച കടുവനെ പിടിച്ചത്. അതേ സ്പോട്ടിൽ നിന്ന്. അത് എത്ര നാൾ മുന്നെയാ? അത് ഒരു ആദ്യത്തെ കടുവ നമ്മൾ കൂട്ടിലാക്കിയ കടുവ ഉള്ളത് കോവിഡ് ടൈമിലാണോ? അല്ലല്ലോ ദിൻസേ. ഇവരെയൊക്കെ ഈ പിടിച്ച കൊല്ലം ഏതറി? പ്രജീഷിനെ അല്ലല്ല, ഇവിടെ ഇവരൊക്കെ പശുവിനെ പിടിച്ചില്ലേ ഇബ്രാഹിക്കാന് 10 പശുക്കളെ പിടിച്ച സമയം. അതിപ്പോൾ 2 വർഷം ആവുന്നതല്ലേ ഉള്ളൂ. 2 വർഷം ആവുന്നുള്ളൂ. ഈ താഴെ നിന്ന് തന്നെയാണ് കൂട് വെച്ച് ആ കടുവരെ പിടിച്ചിട്ട് പോയി. കൂട് വെച്ച് കൊണ്ടേത്. അന്ന് ആ വീട്ടിലെ ആ വളവില്ലേ അവിടുത്തെ പശു. പിന്നെ താഴെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പശു. പിന്നെ മുണ്ടക്കൊല്ലി. താമസമൊന്നുമില്ലല്ലോ. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്ത് ഈ കുന്നില്ലേ, ഈ കുന്ന് കഴിഞ്ഞാൽ അപ്പുറത്തും താമസമുണ്ട് ആൾക്കാർ. അങ്ങേ സൈഡിൽ നടുവ ഇങ്ങനെ എന്താ പറയുക, ഒരു കുന്ന് ഈ കുന്ന് കഴിഞ്ഞ് പിന്നെ അടുത്ത കുന്നിൽ അന്ന് അതൊക്കെ ലീസാന്ന് മാത്രം. ഫോറസ്റ്റ് ലീസിൽ ഈ ചെട്ടിമാരും. ഇപ്പം എന്താ അവര് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്താ? പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് കടുവ പിടിച്ചല്ലേ. അല്ല എന്തെങ്കിലും ഇത് തരാന്ന് പറഞ്ഞു. എന്താ പറയുക, നമ്മളിപ്പോൾ എവിടുന്നാണ് ഇപ്പോൾ ഇവിടുന്ന് ഇപ്പം നമുക്കിപ്പോൾ അതറിയണ ഇവിടുന്നല്ലേ പോയത്. കാട്ടിൽ മേയാനൊന്നും പറ്റില്ല. ഇവിടെ ഇതല്ലേ അതിന് കാട്ടിലൊന്നും ഇപ്പോൾ ഈ കടുവനെ പേടിച്ചിട്ട് ആരും വിടലില്ല. കടുവനെ പേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഈ പശുവിനൊക്കെ വയലിലാണ് വിടുന്നത്. അവിടെയാണ് വയൽ. അന്നേരം ഇതിലെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇന്നൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയേനെ ആൾക്കാർ. നമുക്കിപ്പം ഇനി ഈ ഫോറസ്റ്റിൽ കൂടെ അല്ലാതെ ഇനി അങ്ങോട്ട് കടക്കാനും പറ്റില്ല. ഇപ്പം നമ്മുടെ അവിടെയുള്ള വയലിലേക്ക് ഇപ്പം ഈ വലിയ പശുക്കളൊക്കെ അവിടെ കെട്ടണം. ഈ കാട്ടിലൊന്നും ഇപ്പോൾ ആരും കെട്ടി. പിന്നെ ഭയങ്കര മാഞ്ചുള്ളൂ. മാഞ്ചള്ളി കൂടുതൽ. മാഞ്ചള്ളുണ്ടല്ലേ? മാഞ്ചള്ളു, ഉണ്ണി. പിന്നെ ഇവിടെ വേറെ മൃഗങ്ങളുടെ വേറെ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാനും ഇതും ഇതൊക്കെ കണ്ടില്ലേ, കുരങ്ങു. മലയണ്ണാൻ. ചെണ്ണ കണ്ടില്ലേ? ഇത് ഭയങ്കര ശല്യം അല്ലേ? അത്
ഇതൊക്കെ തെങ്ങിലത് കണ്ട് തേങ്ങ കണ്ട മൊത്തം കണ്ടില്ലേ? ഒറ്റ തേങ്ങ ബാക്കിയില്ലേ? ഒറ്റ തേങ്ങ ബാക്കിയില്ല. മരത്തിൻ്റെ മുകളിൽ മലയണ്ണാൻ നിൽക്കുന്നുണ്ടോ? മലയണ്ണാൻ തേങ്ങ പൊട്ടിച്ച് തിന്നുന്നൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ചിരണ്ടി തിന്നും കേട്ടോ. ഇതാണ് ആ തെങ്ങയിലെ മിക്ക തേങ്ങ ഇതുപോലെ തുറന്ന് വെച്ചിരിക്കുന്നത്. നിങ്ങൾ കണ്ടോ? ഒരു വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. അവരോട് പരാതി ഒന്നും പറഞ്ഞില്ല? എവിടെ പിന്നെ പരാതിയൊക്കെ പറയാതല്ലേ. നാളെ കൊണ്ട് പാട്ടറാ ആരെ? ആ ജോസേട്ടൻ ഇവരൊക്കെ അവിടെ കാട്ടിൽ ഈ കാട്ടിൽ താമസിക്കുന്നവരാ ആണ്. എടാ നിന്റെ ഫോട്ടോ വരട്ടെ. ഇങ്ങനെ കടുവേനെയൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങളെ വീട് എവിടെയാ? രണ്ടംകൊല്ലി. അതെവിടെയായിട്ടാ? അത് അടുത്ത് കൊല്ലി. ഇവിടുന്ന് താഴേക്കാ? താഴേക്ക്. എന്താ പേരെങ്ങനെയാ? ബിനു. അവിടെ എങ്ങനെ വന്യമൃഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നമേ ഉള്ളൂ. അതെ. ഒരു കൃഷി എങ്ങനെ ചേട്ടാ പറഞ്ഞല്ലോ ചെയ്യാൻ പറ്റില്ല. വാഴ എല്ലാം നശിപ്പിക്കാണ്. ആനൻ്റെ ശല്യം കൂടുതൽ. ആന വാഴയൊക്കെ കളയല്ലേ? വാഴ, കവുങ്ങ്, തെങ്ങും ഒക്കെ കളയാ കളഞ്ഞുണ്ട്. ആന മാത്രമേ ഉള്ളോ? ആനയും കടുവയും. കടുവയുണ്ടല്ലേ? ഇന്നലെ ഒരു പശുക്കുട്ടിനെ പിടിച്ചു പോയിട്ട്. ഈ വീട്ടിലല്ലേ? അപ്പം അത് നിങ്ങൾ കടുവനെ നേരിട്ട് കണ്ടോ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇന്നലെ ഇവർ വീഡിയോ ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോസൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. കണ്ട വേറെ ഇത് മറ്റേ ആനയുടെ ശല്യം. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ വരും? ഫുള്ള് കോളനി തന്നെ മൊത്തം വരും അല്ലേ? കിടന്നുറങ്ങാൻ തന്നെ പറ്റില്ല. രാത്രി ഫുള്ള് ഓടിക്കല. നിങ്ങളുടെ കോളനി അത് പേരെന്താ? കോളനി നെണ്ടൻകൊല്ലി. നെണ്ടൻകൊല്ലി അല്ലേ? ഇത് ഈ വീടിനോട് തൊട്ട് താഴെ കാണുന്ന ഈ ഒരു ഫോറസ്റ്റിൻ്റെ അപ്പുറത്തെ ഭാഗത്തുള്ള ഒരു കോളനിയുടെ കാര്യം അവിടെ താമസിക്കുന്ന ആളാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അവർക്കും ഇതേപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ട് നന്നായിട്ട് നേരിടുമെന്നാണ് പറഞ്ഞത്. എണ്ണാനൊക്കെ ഉള്ള ശല്യം കാരണം ആ തെങ്ങ് മുറിച്ചിട്ടൊക്കെ കാണിച്ച് ഒന്നും കിട്ടുന്നില്ല. അത് ഇത് ഇവിടെ തെങ്ങുണ്ടായിരുന്നു. ഇതാ കിടക്കുന്നല്ലേ? കിടക്കണ അതാ മുറിച്ചിട്ടാണ്. എല്ലാം മലയാണ്. ഭയങ്കര ശല്യം അല്ലേ? അതും കാണണേ. എന്നാലേ കണ്ട് മലയെണ്ണാൻ കുരങ്ങ് മൊത്തം തുറന്ന് തീർക്കും അല്ലേ? തീർക്കും. പരാതി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ? പരാതി പറഞ്ഞിട്ട് ഇവർ ഈ മറ്റേ ഇതിനൊന്നും വലിയ ഇതില്ല. അതിനൊന്നും ഈ കൃഷി നശിപ്പിക്കുന്നതിനൊക്കെ തുല്യമായ ഇതുള്ളൂ നഷ്ടപരിഹാരം. നഷ്ടപരിഹാരം ഇത് വേറെന്ത് ചെയ്യാൻ? ഇതിനെ പിടിച്ചോണ്ട് പോകാനുള്ള കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ കൊണ്ട് പിടിച്ചുകൊണ്ട് ഇട്ടതല്ലേ. ഇപ്പോൾ ഈ കണ്ടവനായിപ്പോയി. അന്ന് ഇത് ഈ ഏതൊരു എത്ര ഇത് പറയണ്ടല്ലോ, ഈ മൃഗങ്ങളുടെ പട്ടികയിൽ അത് ഒന്നുമില്ലാത്ത ഇതാണ് ഇത്. മറ്റേ വംശനാശം ഇതുള്ള ഇപ്പൊ വംശനാശം ഇപ്പൊ എല്ലായിടത്തും ആയി. ഇതുകൊണ്ട് കുരങ്ങ് പോലെയായി. അത് ആ തെങ്ങൊക്കെ നോക്കാം. അതിൽ ഫോട്ടോ എടുക്കുക. അപ്പുറത്തിൽ ഇതിലൊക്കെ എന്തെങ്കിലും ഉണ്ട്. ഇതൊക്കെ കളഞ്ഞതാണ് ഈ തെങ്ങിൻ്റെ. ആകുന്ന തീർക്കും അല്ലേ? ആവുന്നത് തീർക്കുക. അതുകൊണ്ടോ അതൊക്കെ വെറുതെ തെങ്ങ് വെറുതെ നിൽക്കണു. ഇത് നിങ്ങൾ പറിച്ചൊന്നുമല്ല? അല്ലല്ല, മൊത്തം തീർന്നതല്ലേ? ഇതാ അതിൻ്റെ ഇങ്ങനെ എടുക്കുക. ഇതാ ഇത് കാണിക്കുന്ന നോക്ക്. ഇതാണ് ഇതിൻ്റെ പരിപാടി. ഇത് മുറിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടല്ലേ? തുറന്ന് തിന്നുകയല്ലേ? തുറന്ന് തിന്നാണ്. പിന്നെ ഇത് അതൊന്നും മാത്രമല്ല, തലമുറയ്ക്കൊക്കെ ചോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പോൾ അതല്ലേ ഇതൊക്കെ തിന്നണില്ല. തിന്നല്ലേ ദേ തെങ്ങിൻ്റെ മുകളിൽ കിടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. തെങ്ങിൻ്റെ മുകളിൽ കിടക്കണൊക്കെ ഇങ്ങനെ തന്നെ. ഇതാണോ? ഇതാണ് സ്ഥിതി. പിന്നെ അങ്ങനെ കൃഷി ചെയ്തിട്ട് എന്ത് കാര്യമല്ലേ? അത് തന്നെ. നേരെ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കിയതാ. ഇതാണ് കേട്ടോ തെങ്ങിൻ്റെ മുകളിലത്തെ അവസ്ഥ. ഈ തെങ്ങ തന്നെ പഠിച്ചു കളഞ്ഞത് ഓട്ട പിടിച്ച് അല്ലോ. സകല തേങ്ങ തിന്ന് ലൈവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ തിന്നുന്ന. ആ തെങ്ങ ഇപ്പോൾ കിടക്കുന്ന ഒറ്റ തേങ്ങ ഇനി ബാക്കിയില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി. എങ്ങനെ കർഷകൻ ജീവിക്കുമെന്ന് പറ. എങ്ങനെ കൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകില്ല? മിക്ക എല്ലാ തെങ്ങിലും ഇത് തന്നെ ആയിരിക്കുമല്ലോ. അതന്നെ അത് കാണില്ലേ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? പേര് ഷിജു. ചേട്ടൻ ഇച്ചിരി മുന്നേ പറഞ്ഞല്ലോ
എന്താ കാട്ടുപന്നി ഇടിച്ചല്ലേ? ആ സംഭവം ഒന്ന് വിവരിക്കാമോ? ഞാനും എൻ്റെ മകനും കൂടി ശിരാലിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവുകയത് ശിരാൽ ടൗണിൽ നിന്ന്. അപ്പോൾ ഒരു പന്നി വന്ന് ബൈക്കിനെ ഇടിച്ചിട്ട് ഞങ്ങൾ തെറിച്ചു പോയി വീഴുകയും എനിക്ക് തോളല് പൊട്ടി സർജറി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 4 മാസമായി. വലിയ പരിക്കാ പറ്റിയ? വലിയ പരിക്കാ പറ്റിയത്. 1.5 വർഷത്തോളം കാണണം നീ കമ്പി എടുക്കണം എന്നാണ് പറഞ്ഞത്. കമ്പി ഇട്ടേക്കോ അല്ലേ? കമ്പി ഇട്ടിരിക്കുക. ഇപ്പം എന്താ പറഞ്ഞ? എന്നിട്ട് ഇത് വല്ലതും നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും കിട്ടും? നഷ്ടപരിഹാരം ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ലല്ലേ? അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നല്ലാണ്ട്. ഇത് ഇവിടുന്ന് അടുത്ത് തന്നെ, ഈ ഭാഗത്ത് തന്നെയാണ്? ചീരാലല്ലേ? ഇവിടെ കുരുണ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി മൃഗങ്ങളെ കൊണ്ട്. കാട്ടുപന്നിയൊക്കെ ഇപ്പം നാട്ടിലും കാട്ടുപന്നികളും കണ്ടമാനം കാട്ടുപന്നികളായി, അതേപോലെ കടുവയും പുലിയും എല്ലാം മൃഗങ്ങളെയും കൊണ്ട് ഇപ്പോൾ നാട്ടിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. സർക്കാരും അതേപോലെ എല്ലാ സർക്കാരുകളും 2 സർക്കാരുകളും മനുഷ്യനല്ല സംരക്ഷണം കൊടുക്കണം, മൃഗങ്ങൾക്കാണ്. അതിനൊക്കെ മാറ്റം ഉണ്ടാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. വനവും അതേപോലെ നാടും വേർതിരിക്കുന്ന സംവിധാനമാകാനുള്ള ഫെൻസിങ്, വേലികളൊക്കെ ഉണ്ടാക്കി നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങാത്ത വിധത്തിലുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇനി മറ്റൊരിടത്തിനും ഇങ്ങനെയൊരു ആർക്കും സംഭവിക്കാതിരിക്കാതിനുള്ള നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇപ്പം നമ്മൾ അവർ സംസാരിച്ചതൊക്കെ കേട്ട പോലെ തന്നെ ഈ ഒരു പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഞാനിപ്പോൾ കറക്റ്റ് ആ കൊല്ലി, അതായത് അവർ സംസാരിച്ച ആ കൈതക്കൊല്ലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് കടുവ ഈ ഒരു പശുവിനെ വലിച്ചുകൊണ്ട് പോയത്. ഞാൻ എൻ്റെ ദൃശ്യങ്ങളും കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ആക്കിയില്ലേ? അല്ല, ഞാൻ അവിടെ പാടുണ്ട്, ഇപ്പൊ പോയതിന്റെ പാടുണ്ട്. എന്തായാലും ഓക്കെ. ഇവിടെ നമുക്ക് ഇങ്ങനെ ദൂരേക്ക് നോക്കിയാൽ കണ്ടോ, ആ കാണുന്ന പച്ചപ്പ് കാണുന്ന ആ ഒരു പ്രദേശത്തിനാണ് ഈ കൈതക്കൊല്ലി എന്ന് വിളിക്കുന്നത്. അവിടെയാണ് കടുവ ഈ പറയുന്ന മൂരിക്കൊട്ടിനെ കൊണ്ടുപോയത്. ഇവിടുന്ന് റോഡിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഇവരുടെ വീട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വയനാട്ടിലും ഒക്കെ കേൾക്കാനും ഒക്കെ ഉള്ളത്. ഇഷ്ടംപോലെ വളർത്തുമൃഗങ്ങളെ, കടുവയും പുലിയും ഒക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ കാട്ടുപൂച്ച എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ കോഴികളെയൊക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും എല്ലാ തരത്തിലും കർഷകർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. വയനാട്ടിൽ മാത്രമല്ല, കേരളത്തിലുടനീളമുണ്ട്. അതുകൂടാതെ ആനയുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്നു. എല്ലാം കൊണ്ടും വന്യമൃഗങ്ങൾ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.